ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-നെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗിന്റെ അറിവോടെയാണോ ഇത്തരമൊരു നീക്കമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന ചുങ്കത്ര പഞ്ചായത്ത് LDF റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടെയുള്ള ഒരാളുടെ വഞ്ചനയുടെ ഭാഗമാണ് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ. പക്ഷേ LDF-ന് ഒരു വഞ്ചകനെ കൂടെ നടത്തേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി അയാൾ കാണിച്ച വഞ്ചനയുടെ ഫലമായാണ് ഇപ്പോൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന LDF-ൻ്റെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ അതിനുതകുന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ നിർത്തിയിരിക്കുന്നത്. സഖാവ് സുരാജിനെ LDF പ്രവർത്തകർ മാത്രമല്ല, LDF-നോടൊപ്പമല്ലാതിരുന്ന ആളുകളെല്ലാം നല്ല നിലക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് പൊതുവെ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് വലിയ തോതിലുള്ള അങ്കലാപ്പ് സ്വാഭാവികമായും LDF-നെ എതിർക്കുന്നവരുണ്ടാക്കും. LDF-നെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അത് പ്രധാനമായി UDF തന്നെയാണ്. UDF-നുണ്ടായ അങ്കലാപ്പ് ചെറുതല്ല എന്നത് അവരുടെ നടപടികളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ചില വിഭാഗങ്ങളെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം പൊതുവെ അകറ്റി നിർത്താറുണ്ട്. അങ്ങനെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ
അതിൽ കുടുങ്ങാൻ അവരെ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് കേരളത്തിൻ്റെ അനുഭവം കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളിൽ മാധ്യമം ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ്. പക്ഷേ മാധ്യമം ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു. ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.